കേരളത്തിലേത് LDFും UDFും തമ്മിലുള്ള ഫിക്സഡ് മാച്ച് രാഷ്ട്രീയമാണെന്ന് തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ. ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നു. വികസന പുരോഗതിയാണ് NDA മുന്നോട്ട് വെക്കുന്ന പ്രചാരണ വിഷയമെന്നും രാജീവ് ചന്ദ്രശേഖർ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ എങ്ങനെയൊക്കെയാണ് വിജയപ്രതീക്ഷകൾ? അല്ല, എനിക്ക് അങ്ങനെ ഞാൻ വിജയത്തിനെ പറ്റിയല്ല ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ജനങ്ങൾക്ക് ഇവിടെ 15 കൊല്ലമായിട്ട് അവരുടെ പ്രശ്നങ്ങളും അവരുടെ വിഷമങ്ങളുടെ ഒരു പരിഹാരം ആരും ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഒരു ചരിത്രം സൃഷ്ടിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ആവാൻ പോകുന്നത്. ജനങ്ങൾക്കൊരു മാറ്റം വേണം. തിരുവനന്തപുരത്ത് ഒരു പുരോഗതിയും വികസനം കൊണ്ടുവരണം. ഒരു മാറ്റം വേണമെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അതിൻ്റെ റിസൾട്ട് നമുക്ക് കാണാം. തിരുവനന്തപുരം മണ്ഡലത്തിലെ NDA മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന പ്രചരണ വിഷയങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ പറഞ്ഞത് 4 മാർച്ച് മുതൽ ഇന്ന് വരെ തിരുവനന്തപുരത്തിൽ കഴിഞ്ഞ 15 കൊല്ലം വികസനം, പുരോഗതി, തൊഴിൽ, ഇൻവെസ്റ്റ്മെന്റ് അങ്ങനെ ഇന്ത്യയിൽ വന്ന മാതിരി ഇവിടെ വന്നിട്ടില്ല. ഇവിടുത്തെ രാഷ്ട്രീയം ഒരു കോൺഗ്രസും LDFിന്റെ ഒരു ഫിക്സ് മാച്ച് മാതിരി രാഷ്ട്രീയമാണ്. അവർ ഇലക്ഷൻ വരുമ്പോൾ വേറെ എന്തെങ്കിലും പറഞ്ഞ് ജനങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ ചെയ്യുന്നൊരു രാഷ്ട്രീയമാണ്. ഞാൻ 4 തീയതി മുതൽ ഇന്ന് വരെ പറയുന്നത് നമ്മുടെ കുട്ടികൾക്കും തിരുവനന്തപുരത്തെ കുട്ടികൾക്കും തിരുവനന്തപുരത്തെ എല്ലാ ജനങ്ങൾക്കും പുരോഗതിയും വികസനത്തിൻ്റെ ഒരു അവകാശമുണ്ട്. അത് കൊണ്ടുവരാൻ ആ പുരോഗതിയും വികസനവും കൊണ്ടുവരാൻ എനിക്ക് താല്പര്യമുണ്ട്, കഴിവുണ്ട്. നരേന്ദ്രമോദിജീൻ്റെ ഒരു മന്ത്രിയായാൽ അതെല്ലാം ഇവിടെ കൊണ്ടുവരും. ഇവിടെ ആ മാറ്റമാണ് വേണ്ടത്. ആ മാറ്റം ഞാൻ കൊണ്ടുവരുമെന്നാണ് ഞാൻ പറയുന്നത്. വിജയിച്ചു കഴിഞ്ഞാൽ മണ്ഡലത്തിൽ പ്രധാനമായിട്ടും കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾ അത് ഒരു 16 തീയതി 17 തീയതി ഞങ്ങളൊരു നല്ലൊരു മാനിഫെസ്റ്റോ, ഒരു വിഷൻ ഡോക്യുമെന്റ് അനൗൺസ് ചെയ്യുന്നുണ്ട്. എന്താണ് കാര്യം ഞാൻ പറഞ്ഞല്ലേ, 4 തീയതി മുതൽ ഇന്ന് വരെ 4 തീയതി മാർച്ച് വരെ ഇന്ന് വരെ ഞാൻ പറഞ്ഞത് ഇനി കാര്യം നടക്കും. അപ്പോൾ അത് എന്താണ് കാര്യം ഇവിടെ നടത്താൻ പോകുന്നത്, അതൊരു 17 തീയതി ഏപ്രിൽ വരെ ഞങ്ങളൊരു വിഷൻ ഡോക്യുമെന്റ് റിലീസ് ചെയ്യും. പൊതുവെ മണ്ഡലത്തിലെ ജനങ്ങളുടെ പ്രതികരണം എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞ മാതിരി എല്ലാവർക്കും ഒരു മടുത്തു. ഈ 15 കൊല്ലം സ്ലോഗൻസും വാഗ്ദാനവും എല്ലാം കേട്ട് ഒന്നും നടക്കുന്നില്ല. ഒരു വാഗ്ദാനവും ആരും ചെയ്യുന്നില്ല. അതെല്ലാം കണ്ട് മടുത്തിരിക്കുന്നു. ജനങ്ങൾക്കൊരു മാറ്റം വേണമെന്ന് ഒരു ഭയങ്കര ക്ലിയർ ആയിട്ട് ഒരു മെസ്സേജ് കിട്ടുന്നുണ്ട്. എവിടെ പോയാലും, അത് തീരദേശത്ത് പോയാലും കഴക്കൂട്ടത്തിൽ ടെക്നോ പാർക്കിൽ പോയാലും എല്ലാവർക്കും ഒരു പുത്തൻ തിരുവനന്തപുരം വേണം. ഒരു വികസനം, പുരോഗതി, തൊഴിൽ, ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഒരു തിരുവനന്തപുരം വേണമെന്ന് എല്ലാവർക്കും നന്നായി ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ തെരഞ്ഞെടുപ്പിന് വേണ്ടി. ബാക്കി ദിവസങ്ങൾ എത്തരത്തിലുള്ള പ്രചരണമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്? ലാസ്റ്റ് ഡേ വരെ ഞങ്ങൾ പ്രചരണം ചെയ്യും. അത് ചെയ്യണം. അത് ഞങ്ങളുടെ കർത്തവ്യമാണ്, ഞങ്ങളുടെ ഒരു ഡ്യൂട്ടിയാണ്. അത് ചെയ്യും. എത്രയോ ആൾക്കാർ മീറ്റ് ചെയ്യാൻ ബാക്കിയുണ്ട്. അവരെല്ലാം മീറ്റ് ചെയ്ത് അവർക്ക് ഞങ്ങളൊരു നരേന്ദ്രമോദിജി ചെയ്ത പണിയും നരേന്ദ്രമോദിജി ചെയ്യാൻ പോകുന്ന അദ്ദേഹത്തിൻ്റെ പണിയും അദ്ദേഹത്തിൻ്റെ ഒരു വിഷൻ, വികസിത ഭാരതം, വികസിത തിരുവനന്തപുരത്തിൻ്റെ ഒരു വിഷൻ എല്ലാവരും മുമ്പ് ഞങ്ങൾ വെക്കും. വരും ദിവസങ്ങൾ ഏതൊക്കെ കേന്ദ്ര നേതാക്കളെ പ്രതീക്ഷിക്കാം? വരും. അത് എനിക്ക് എൻ്റെ അടുത്ത് ലിസ്റ്റില്ല. പ്രൈം മിനിസ്റ്റർ വരും, ഹോം മിനിസ്റ്റർ വരും, ഫൈനാൻസ് മിനിസ്റ്റർ വരും. അങ്ങനെ ഞങ്ങളുടെ ലീഡേഴ്സ് എല്ലാം വരും, ഇവിടെ പ്രചരണം ചെയ്യും. വളരെ വലിയ വിജയപ്രതീക്ഷയാണ് NDAക്ക് തിരുവനന്തപുരം മണ്ഡലത്തിൽ ഉള്ളത്. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ മണ്ഡലത്തിലെത്തി പ്രചരണത്തിന് നേതൃത്വം വഹിക്കുമെന്നൊരു കാര്യമാണ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി കൂടിയായ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ പങ്കുവച്ചിട്ടുള്ളത്. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറാമാൻ ബിനിൽ നെടുമങ്ങാടിനൊപ്പം സൂര്യഗായത്രി, കേരള വിഷൻ ന്യൂസ്.